ഇത് സിറ്റിയാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരും, ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തെന്ന് വരും. ഇന്നത്തെ കാലം അതാണ്. അതിനൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ് കാണാൻ പോയാൽ ഭയങ്കര കഷ്ടമാവും. മധുവേട്ടൻ എന്താ കൂത്താടിയോട് പറഞ്ഞേ? ഞാൻ ശുദ്ധ നാട്ടും പുറത്തുകാരിയാണെന്നല്ലേ? ഈ സ്വഭാവം കണ്ട എങ്ങനെ പറയാതിരിക്കും? ഉച്ചയ്ക്ക് ചോറെടുക്കാമെന്ന മണിയുടെ നട്ടെല്ലെറിഞ്ഞൊടിച്ചു, അത് ഓഫീസിൽ പാട്ടായി. നീയാണ് ലൈലയുടെ കർണത്തടിച്ചെന്നും കൂടെ അറിഞ്ഞ എന്റെ മാനം പോയത് തന്നെ. മാനം പോയാ തിരിച്ചെടുക്കാം, സ്വന്തം ഭർത്താവ് കൈവിട്ടു പോയാ തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്റെ ഇന്ദു, ഞാൻ തോറ്റു. നീ നിനക്ക് ശരിയെന്ന് തോന്നണ പോലെയൊക്കെ അങ്ങ് ചെയ്യേ. എന്നെ വെറുതെ വിട്. അപ്പൊ ഇന്ന് മധുവേട്ടൻ ആഹാരം കഴിക്കണില്ലാന്നല്ലേ? ഭാര്യയും ഭർത്താവും ഒക്കെ താമസിക്കുന്ന വീടാവുമ്പോ വഴക്കും വെക്കാനും ഒക്കെ പതിവാ. എന്ന് വെച്ച് അത്താഴ പട്ടിണി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാരം കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞോന്ന്? ഇല്ല. പിന്നെ? അല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായ ആഹാരം കഴിക്കില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്.